ജനറൽ ആശുപത്രിയിലാണ് ഈ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത്. ആൻമരിയ വിവരങ്ങളുമായി. ആൻമരിയ, ഇതും രാജ്യത്താദ്യമായാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ അതിനുള്ള ലൈസൻസ് ജനറൽ ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രിക്ക് കിട്ടിയതാണ്. അപ്പോൾ അവിടെയും എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പുറപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഏതാണ്ട് 45 മിനിറ്റ് കൊണ്ട് എറണാകുളത്തേക്ക് ഈ ഹൃദയം എത്തിക്കാൻ കഴിയും. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ നടക്കും. പിന്നീട് എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമാണ്. രാവിലെയോടുകൂടി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഹൃദയം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ, കാരണം എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങളും, അത് മറ്റു രോഗികൾക്കൊന്നും യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഹയാത്തിലേക്ക് ഈ ഹൃദയം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏകദേശം നമ്മളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ 10 മിനിറ്റാണ് സമയമെടുക്കുക എറണാകുളം ജനറൽ ആശുപത്രി വരെ. പക്ഷേ അത്രയും ദൂരം ആ ഒരു സമയം എടുക്കാത്ത രീതിയിൽ ഏകദേശം ഒരു 5 മിനിറ്റോടുകൂടി ഹയാത്തിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്ന രീതിയിലാണ് ഗതാഗത നിയന്ത്രണം എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഹയാത്തിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രി വരെ നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ നിയന്ത്രണമെല്ലാം അത് രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് എങ്കിൽ 5 മിനിറ്റിനോടുകൂടി തന്നെ ഹയാത്തിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും പിന്നെ അതിവേഗത്തിലുള്ള ശസ്ത്രക്രിയയിലേക്ക് കടക്കും. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ ഡോക്ടർ ജോർജ് വാളൂരാൻ വിദേശത്തൊക്കെ പോയി ഇത്തരം ശസ്ത്രക്രിയകളുടെ ഭാഗമായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ഇതിനു മുൻപും ചെയ്തിട്ടുള്ള പരിശീലനമൊക്കെ ലഭിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗത്തിലുള്ള ശസ്ത്രക്രിയ നടപടികളിലേക്ക് കടക്കും. ഇനി നമുക്ക് ദുർഗയിലേക്ക് കടക്കുകയാണെങ്കിൽ, നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗ ഒരു വർഷങ്ങൾക്ക് ഏകദേശം 8 മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ദുർഗയ്ക്ക് 19ാമത്തെ വയസ്സിലാണ് ഈ ജനിതക രോഗം ഉണ്ടാകുന്നത്. ദുർഗയുടെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ സഹോദരിക്കും ഈ രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ സഹോദരിയും അതോടൊപ്പം തന്നെ അമ്മയും മരണപ്പെട്ടു. അനാഥാലയത്തിലാണ്, നേപ്പാളിലുള്ള അനാഥാലയത്തിലാണ് ദുർഗയ്ക്ക് ഒരു സഹോദരനുണ്ട്. ഇവർ താമസിക്കുന്നത് അവിടെ നിന്ന് ഈ നേപ്പാളിലുള്ള അനാഥാലയത്തിലെ ഒരു മലയാളിയായിട്ടുള്ള ഒരു യുവാവിന്റെ സഹായത്തോടു കൂടിയാണ് ദുർഗ കേരളത്തിലേക്ക് എത്തുന്നത്. അത് കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇങ്ങനെയാണ്. ഈ ഒരു രോഗം പിടിപെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. ആ ഒരു സമയത്താണ് കേരളത്തെക്കുറിച്ചും കേരളത്തിലുള്ള ആരോഗ്യ രീതികളെക്കുറിച്ചും അവിടെ ഉണ്ടായിരിക്കുന്ന മറ്റ് ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്ന ശസ്ത്രക്രിയയെക്കുറിച്ചൊക്കെ ഈ ദുർഗ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വലിയ തരത്തിലുള്ള തനിക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന രീതിയിൽ അത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്തുന്നതിനും ആ ചികിത്സയെല്ലാം പൂർണ്ണ വിജയമാക്കുന്നതിനും വേണ്ടിയിട്ട് ദുർഗ കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷേ കേരളത്തിലെത്തി ജനറൽ ആശുപത്രിയെ സമീപിക്കുന്നു. ജനറൽ ആശുപത്രി അതിനെല്ലാം ഈ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി എല്ലാം പൂർണ്ണ ഒരുക്കമാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുൻപ് അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് എല്ലാം ജില്ലാ ആശുപത്രി എടുത്തതാണ്. അതിനുശേഷം ശസ്ത്രക്രിയയ്ക്കെല്ലാം എറണാകുളം ജില്ലാ ആശുപത്രി ഒരുക്കമായിരുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ആശുപത്രിയിലുണ്ട്. പക്ഷേ നിയമത്തിന് നമ്മൾ ആദ്യ മണിക്കൂറുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരമുള്ള നിയമക്കുരുക്കിൽ ദുർഗ പിടിപിടിക്കുകയായിരുന്നു. ആ നിയമക്കുരുക്ക് പ്രകാരമാണ് എങ്കിൽ സംസ്ഥാന പട്ടിക, മേഖല പട്ടിക, ദേശീയ പട്ടിക എന്നിവയിലുള്ളവർക്കും പിന്നെ ഇന്ത്യൻ വംശജനായ ആൾക്കും ശേഷം മാത്രമേ വിദേശിയായിട്ടുള്ള ഒരാൾക്ക് ഈ രീതിയിൽ ഒരു ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നിയമക്കുരുക്കിൽ ദുർഗ അകപ്പെട്ടു പോകുന്നു. പിന്നീട് ഈ മാസം തന്നെ ഡിസംബർ 11-ാം തീയതിയാണ് ദുർഗ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അത്തരത്തിൽ നിയമത്തിന്റെ ചില നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതീക്ഷയാണ് ദുർഗയ്ക്കുള്ളത്. ദുർഗ ബിരുദ വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ കുറച്ച് നാളായി ചികിത്സയിൽ കഴിയുകയാണ്. ഹൃദയത്തിന്റെ ഭിത്തിക്ക് കട്ടികൂടുന്ന ഒരു ജനിതക വൈകല്യം ബാധിച്ചിരിക്കുന്ന കുട്ടിയാണ്. അമ്മയും സഹോദരിയും നേരത്തെ മരണമടഞ്ഞു, ഇതേ അസുഖം തന്നെ ബാധിച്ച്. അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് ദുർഗയ്ക്ക്. ദുർഗയുടെ സഹോദരൻ മാത്രമാണുള്ളത്. അനാഥാലയത്തിൽ പഠിച്ച് വളർന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ കൂടി ഷിബുവിന്റെ മഹാമനസ്കതയ്ക്ക് മുന്നിൽ പ്രണാമം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.